എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കുബേര നക്ഷത്രത്തെപ്പറ്റി ഒന്ന് നോക്കാം. എന്താണ് ഈ കുബേര നക്ഷത്രം? കുബേര നക്ഷത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഒരു പ്രത്യേക നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ അധിപൻ തീർച്ചയായിട്ടും അവർക്ക് പൈസ അല്ലെങ്കിൽ ധനം, ഐശ്വര്യം, സമാധാനം, അതായത് കുബേരൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ, കുബേരൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ നക്ഷത്രത്തെപ്പറ്റി അധികം ആരും സംസാരിക്കുന്നതായിട്ട് അറിയുന്നില്ല. ആചാര്യന്മാർക്ക് അറിയാമെങ്കിലും അധികം ആരും അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് ആ നക്ഷത്രത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചാലോ? എന്തുകൊണ്ടത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തുകൂടാ? അങ്ങനെ ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് പ്രയോജനമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടത് ചെയ്താൽ നമുക്കത് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മളുടെ ജാതകത്തിലെ 2ാം ഭാവാധിപതിയാണ് നമുക്ക് പൈസ, ധനം കൊണ്ടുവന്ന് തരേണ്ടതെന്ന് നമുക്കറിയാം. 2ാം ഭാവാധിപതി അതിന് നിയോഗിക്കപ്പെട്ട ആളാണ്, സമ്പത്ത് തരാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. പക്ഷേ പല കാരണങ്ങളാൽ 2ാം ഭാവാധിപതിയുടെ നീചാവസ്ഥയോ അല്ലെങ്കിൽ 2ാം ഭാവാധിപതിയുടെ മറ്റ് ഗ്രഹങ്ങളാൽ, മറ്റ് ദോഷഗ്രഹങ്ങളാൽ ഉള്ള വീക്ഷണമോ അല്ലെങ്കിൽ 2ാം ഭാവം എവിടെയെങ്കിലുമൊക്കെ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ മറഞ്ഞിരുന്നാലോ ഒക്കെ നമുക്ക് ഈ ധനാവസ്ഥയെ ബാധിക്കുമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒറ്റ സംഖ്യകളിലൊക്കെ ഈ 2ാം ഭാവാധിപതി മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, മറഞ്ഞിരിക്കുകയല്ല, 2ാം ഭാവാധിപതി ഇരിക്കുക എന്നുള്ളത് ഒരു ഇരട്ട സംഖ്യയിൽ, അതായത് 2, 4, 6 അങ്ങനെയുള്ള 2, 4, 6 2, 4, 10 എന്നിലിരിക്കുന്ന മാതിരിയുള്ള ഒരു അഡ്വാൻറ്റേജ് തരില്ല. അപ്പോൾ നമുക്ക് ഈ 2ാം ഭാവാധിപതിയാണ് ധനം തരുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ എല്ലാ ആചാര്യന്മാരും സമ്മതിക്കുന്ന കാര്യമാണ്. അതൊന്നെടുക്കാം. അതാണ് ഇന്നത്തെ മുഖ്യമായിട്ടുള്ള ഒരു പോയിൻ്റ്. രണ്ടാമത് നമുക്ക് എന്തെടുക്കണം? നമ്മുടെ ചന്ദ്രൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു ഗ്രഹത്തിന് ദിവസവും, അതായത് ഏറ്റവും സ്പീഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. 1. 2, മനോകാരകനാണ് ചന്ദ്രൻ. അപ്പം ഇത് രണ്ടും നമ്മളെ ഒരാളുടെ ധനാവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ദിവസവും നമുക്കൊരു ഈ ചന്ദ്രൻ്റെ അവസ്ഥ നമ്മളെ ബാധിക്കും, ഡയറക്റ്റായിട്ട് ബാധിക്കും. അത് വളരെ സ്പീഡിൽ പോകുന്ന ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ മനോകാരകൻ, മനസ്സാണല്ലോ എല്ലാത്തിൻ്റെയും പുറകിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. ആ മനോബലം ഇല്ലെങ്കിൽ തന്നെ ധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ധനം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ 2 ഭാവങ്ങളെ നമുക്ക് എടുക്കണം. നമ്മളുടെ പലതരത്തിലുള്ള അസ്ട്രോളജി വിഭാഗത്തിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം, അതാണ് സ്റ്റാർ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നക്ഷത്രശാസ്ത്രം, നക്ഷത്ര അസ്ട്രോളജി. അതൊരു പ്രത്യേക വിഭാഗമാണ് കേട്ടോ. ഈ നക്ഷത്ര അസ്ട്രോളജി വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് രാശിയൊക്കെ എടുക്കുമ്പോൾ 9 രാശിയേ നമുക്കുള്ളൂ. പക്ഷെ നക്ഷത്രമാകുമ്പോൾ 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പം ഓരോരുത്തർക്കും 27 ഗുണങ്ങൾ, ഏകദേശം 27x9 അതാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നെയും സബ് ലോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ, KP അസ്ട്രോളജിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വകഭേദങ്ങൾ കാണാം നമുക്ക്. നമ്മുടെ സ്വഭാവങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ജനറലായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ കുബേര നക്ഷത്രമെന്ന് പറയുന്നതും ആ കുബേര നക്ഷത്രത്തിനനുസരിച്ചുള്ള നക്ഷത്രത്തിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതും
ഏത് ക്ഷേത്രത്തിൽ പോയാൽ കുബേരൻ ആക്ടിവേറ്റ് ആകുമെന്നുള്ളതും ഒക്കെ നമുക്ക് വഴിയെ ഇപ്പം നമുക്ക് പറയാം. പക്ഷെ അതെല്ലാം ജനറലാണ്. കാരണം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളുടെ ജാതകത്തിലുള്ള ദോഷവശങ്ങൾ മാറ്റാതെ നമുക്കിതൊന്നും ആക്ടിവേറ്റ് ആകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ജാതകം എപ്പോഴാണ് നമുക്ക് നോക്കേണ്ടത്? ഒരാളുടെ ജാതകം എപ്പോഴാണ് നോക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു പ്രശ്നം വരുമ്പോഴാണോ നോക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കുഴിയിൽ വീണ ശേഷം കുഴിയിൽ നിന്ന് മേലോട്ട് കയറാനായിട്ട് ജാതകം നോക്കി അവസ്ഥപ്പെടുന്നതാണോ ശരി? അതിൻ്റെ അല്ല. കാരണം ജാതകത്തിൽ നമുക്കറിയാം ഇന്നത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊരു ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കതിനനുസരിച്ച് ഇപ്പോൾ ഒരു കുഴിയാണെങ്കിൽ അതിനൊരു പാല വിടുകയോ അല്ലെങ്കിൽ ആ കുഴിയിൽ മാറിപ്പോവുകയോ ഒക്കെ ചെയ്യാം. ഇതിനാണ് നമ്മൾ പറയത്തില്ലേ, പിന്നെ കല്യാണത്തിന് മുമ്പ് പിന്നെ ജാതകം നോക്കണം. ഇതെന്തിനാണ്? ആ ജാതകങ്ങൾ ചേർത്താൽ ഒരുപക്ഷെ വലിയൊരു കുഴിയിലേക്ക് പോയി വീഴുന്നിരിക്കും. അപ്പോൾ ആ ജാതകം അവോയ്ഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ജാതകം നോക്കേണ്ടത് ഒരു നല്ല അവസ്ഥയിൽ തന്നെ നോക്കണം. ഏകദേശം എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 16-17 വയസ്സിൽ 15 വയസ്സിലൊക്കെ ജാതകം നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പഠിക്കാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് 15 വയസ്സായിരിക്കും കാത്തിരിക്കാതിരിക്കുക നല്ലത്. ഒരു 6, 7, 8 വയസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വന്നിട്ട് ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ജാതകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ നിവർത്തി ചെയ്യാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസമായാലും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കായാലും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പോയി വീണ ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആസ്ട്രോളജറെ സമീപിക്കുന്നത് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ അത് വളരെ ലേറ്റാകും. ആൾറെഡി നമ്മൾ ട്രാപ്പിൽ വീണിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് എപ്പോഴും സുഹൃത്തുക്കളെ നല്ല ഒരു അസ്ട്രോളജറെ പോയി കണ്ട് കുഞ്ഞിൻ്റെ എന്താണ് അവൻ്റെ രീതി ഏതാണ്, അവൻ്റെ DNA എന്താണ്. നിങ്ങൾക്കറിയോ, DNA അസ്ട്രോളജി എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ, അവന് വരാവുന്ന അസുഖങ്ങൾ, അവന് ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ അവൻ പഠിക്കും, ഏതെല്ലാം സബ്ജക്റ്റാണ് അവന് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്, ഇതൊക്കെ നമുക്ക് അസ്ട്രോളജിയിൽ കൂടെ അറിയാം കേട്ടോ. എന്താ, അസ്ട്രോളജർക്ക് ഒരു സമയം കൊടുക്കണം, ആ സമയത്തിനനുസരിച്ച് അതിനുള്ളൊരു റെമ്യൂണറേഷനും കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജർ കൂടുതൽ ടൈം എടുത്ത് അത് നോക്കി മനസ്സിലാക്കി, അദ്ദേഹം കൂടുതൽ സമയമെടുത്ത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഫലം കിട്ടാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്. നമ്മുടെ ജാതകത്തിന് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മളെപ്പോഴും ഒരു അസ്ട്രോളജറെ സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുപോട്ടെ, നമുക്കിപ്പം വീണ്ടും കുബേരനിലേക്ക് വരാം. അപ്പം ആദ്യം ആ ജാതകത്തിലുള്ള ദോഷവശങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ദോഷവശങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ ദോഷവശങ്ങൾ മാറ്റാനുള്ള പ്രതിവിധികൾ ചെയ്യുക. പ്രതിവിധി ചെയ്ത്, അതായത് ഈ ദോഷവശങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കഴിഞ്ഞ ജന്മത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും വരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന ദോഷവശങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി, അതെന്തെങ്കിലും ഗണ്ടാന്ത ദോഷങ്ങൾ ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ എപ്പോഴും റിപ്പീറ്റായിട്ട് എൻ്റെ വീഡിയോകളിൽ പറയുന്ന ഒരു 5-6 ദോഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗണ്ടാന്ത ദോഷങ്ങളോ അല്ല ഇനിയും വേറെ തരത്തിലുള്ള ഗ്രഹമൗഢ്യമോ അല്ലെങ്കിൽ പിന്നെ ചില ഗ്രഹങ്ങളുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കോമ്പിനേഷൻസോ അതല്ല പിന്നെ ചില തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള യോഗങ്ങളോ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം എന്നുള്ളത് പരിഹാരം എന്നൊന്ന് മനസ്സിലാക്കി ആ പരിഹാരം ചെയ്ത് ആ ജാതകത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തുക ആദ്യം ചെയ്യേണ്ടത് അതാണ്. പിന്നെ ഏത് ദശയിലാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി മാരകാധിപതി, ബാധകാധിപതി, അഷ്ടമാധിപതി, പിന്നെ 2-ാം അധിപതി, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അധിപതിമാരുണ്ടല്ലോ. അവരുടെയൊക്കെ ദശ ഏതാ വരുന്നത്, ഏതൊക്കെ ഭുക്തിയിലാണ് വരുന്നത്, ഈ കുട്ടിയുടെ ജാതകത്തിൽ ഇനിയിപ്പം പഠിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവൻ്റെ ദശാഭുക്തി നടക്കുന്നത്, അതെങ്ങനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും, ഇതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ കാലത്തെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ജാതകത്തിന് ഒരു 50 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 70 മാർക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് കുബേര നക്ഷത്രത്തിലേക്ക് വരാം. ഇനി കുബേര നക്ഷത്രത്തിന് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാം അധിപതി ജാതകത്തിലെ രണ്ടാം അധിപതി ഏത് നക്ഷത്രത്തിൻ്റെ കാലിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റാറിലാണ് ആ അധിപതി നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്പർ 1. അത് നമ്മൾ അശ്വതി മുതൽ അങ്ങോട്ട് എണ്ണണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഭരണി നക്ഷത്രത്തിന് 1-ാം പാദത്തിലൊരു നക്ഷത്രം നിൽക്കുന്നു എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ, ഒരു പ്ലാനറ്റ് നിൽക്കുന്നു, നമ്മുടെ 2-ാം ഭാവാധിപതി അവിടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കർക്കിടക ലഗ്നത്തിൽ ജനിച്ച ഒരു ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2-ാം ഭാവാധിപതിയായ സൂര്യൻ ഭരണി 1-ാം പാദത്തിൽ നിൽക്കുന്നത് നമുക്ക് കണക്കാക്കാമല്ലോ. അപ്പോൾ ഭരണി 1-ാം പാദത്തിലാണെന്നുണ്ടെങ്കിൽ അശ്വതി 1 മുതൽ ഭരണി 1 വരെ എത്രാമത്തെ 5-ാമത്തെ പാദമാണ്. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യണം. അതിപ്പോൾ 108 പാദങ്ങളുണ്ടല്ലോ ടോട്ടലായിട്ട്. ആ 108 പാദങ്ങളിൽ എത്രാമത്തെ പാദമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്പർ 1. നമ്പർ 2, ചന്ദ്രൻ്റെ അവസ്ഥ. നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ പാദത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് ഇതേമാതിരിയാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളുടെ നക്ഷത്രപാദം ഇപ്പം ചന്ദ്രൻ്റെ ഇപ്പം ഒരാളുടെ അശ്വതി നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് വെച്ചു, അശ്വതി 2-ലാണ് നിൽക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അവിടെയും അശ്വതി 1-ാം പാദം മുതൽ, അതായത് ആ കാലപുരുഷൻ്റെ 1-ാം പാദം മുതൽ 2-ൽ നിൽക്കുന്നു. അപ്പോൾ 2 എടുക്കുക. അപ്പം ആൾറെഡി നമുക്കറിയാം ചന്ദ്രൻ നിൽക്കുന്നത് 2-ാമത്തെ അശ്വതി 2-ലാണ്. 2-ാം ഭാവാധിപതിയായ കർക്കിടക ലഗ്നത്തിൻ്റെ 2-ാം ഭാവാധിപതിയായ സൂര്യൻ നിൽക്കുന്നത് ഭരണി 1-ലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് 5 × 2 അപ്പോൾ എത്രയായി? 10 അല്ലേ? 10-ന് മനസ്സിലാകുന്നുണ്ടോ? അതിനെ നമ്മൾ 108 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തീർച്ചയായിട്ടും മൈനസിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ 108-ന് അങ്ങനെയുള്ള, അതായത് 108-നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 108 കൊണ്ട് ചെയ്താൽ ശിഷ്ടം വരില്ല. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ മൈനസായിട്ട് എടുക്കുക. അതായത് എത്ര? 10. ഡയറക്റ്റായിട്ട് 5 × 2 10. അപ്പം അശ്വതി മുതൽ 10-ാമത്തെ നക്ഷത്രമായിരിക്കും ഈ കുബേര നക്ഷത്രം എന്ന് പറയുന്നത്. പിന്നെ കുബേര നക്ഷത്രം എടുക്കുമ്പം നമ്മൾ 2 കൺസെപ്റ്റ് എടുക്കണം. ഒന്ന് കുബേര നക്ഷത്രം, അതേപോലെ 10-ാമത്തെ പാദത്തിൽ നിൽക്കുന്ന നക്ഷത്രമാണെന്ന് ഉദ്ദേശിച്ചില്ല. അപ്പോൾ അതായത് ഇപ്പം അശ്വതി 4 പാദമായി, പിന്നെ ഭരണി 4 പാദമായി, കാർത്തിക 2 ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ വേറെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ കാർത്തിക എന്ന് പറയുന്നത് മറ്റ് രീതിയിൽ, അതായത് നമ്മുടെ ജന്മനക്ഷത്രയുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണല്ലോ, പൊതുവേ അതാണല്ലോ ജന്മനക്ഷത്രം. അപ്പോൾ നമ്മൾ അശ്വതി 2 പറഞ്ഞില്ലേ, ഈ 2 മുതൽ ഈ കാർത്തിക വന്നിട്ട് ഏത് ലെവലിലാണെന്ന് ആദ്യം നോക്കണം. അത് വന്നിട്ട് ധനഭാവത്തിലാണോ അല്ല വേറെ ധനനക്ഷത്രമാണോ, ഏത് തരത്തിലുള്ള നക്ഷത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ നക്ഷത്രം ധനനക്ഷത്രമാണ്. ഇവിടെ ധനത്തിൽ തന്നെയാണ് കാർത്തിക വരുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ശേഷം അത് 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അത് വന്നിട്ട് ദോഷവശങ്ങളല്ലാത്ത ഒരു നല്ല ആവറേജായിട്ട്, അതായത് 2, 8 ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങളല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തെടുത്ത് അത് ആ ഒരു വശവും മനസ്സിലാക്കി അത് വൈനാശിക നക്ഷത്രമാണോ എന്ന് നോക്കി അതും അല്ല എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ നക്ഷത്രത്തെ നമുക്ക് കുബേര നക്ഷത്രമായിട്ട് എടുക്കാം. ആ കുബേര നക്ഷത്രം ആയതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാനും ആ കുബേര നക്ഷത്രമായ ആ വ്യക്തിക്ക് ഉപയോഗിക്കാം. ഏത് വളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ബാങ്കിൽ നിക്ഷേപത്തിനോ അല്ലാതെ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഗോൾഡ് വാങ്ങിക്കാനോ, വിൽക്കാനല്ല ഗോൾഡ് വാങ്ങിക്കാനോ, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവർത്തിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ നക്ഷത്രത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് നക്ഷത്രങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരു 10 മടങ്ങ് നന്നായിട്ടുണ്ടാകുന്നതാണ് ആചാര്യമതം. പിന്നെ വേറെ ഒരു രഹസ്യം ഞാൻ പറയാം സുഹൃത്തുക്കളെ, നമ്മുടെ ജാതകത്തിലെ മാന്തി നിൽക്കുന്ന നക്ഷത്രം, അതായത് ഗുളികൻ നിൽക്കുന്ന നക്ഷത്രം ഏതാണോ
ആ നക്ഷത്രത്തിൽ നമ്മളിപ്പോൾ കടമൊക്കെ കടം അടയ്ക്കാൻ പോവുകയാണെങ്കിൽ ആ കടം മുന്നേ ഇനി ആ കടം വരരുത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിലെ മാന്തി നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി ആ നക്ഷത്രത്തിൽ നമ്മൾ കടമടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കടം പെട്ടെന്ന് പിന്നെ റിപ്പീറ്റ് ആകില്ല. അതായത് വീണ്ടും ചെയ്യരുതാത്ത കാര്യങ്ങൾ, വീണ്ടും ആവർത്തിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജാതകത്തിലെ മാന്തി നിൽക്കുന്ന നക്ഷത്രം എടുത്തിട്ട് ആ നക്ഷത്രത്തിൽ ചെയ്യണം. ഇതൊക്കെ ചില ജ്യോതിഷ രഹസ്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുബേര നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ ഏത് നക്ഷത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടം മാറുമെന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങളാണിതെല്ലാം. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് നിങ്ങൾ വേണ്ടിയ വിധം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ല നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടൻസി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിലോ ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്യാൻ കഴിയുന്നത് ശ്രമിക്കാതിരിക്കുക. കാരണം ഒരുപക്ഷെ എനിക്ക് അതെടുക്കാനുള്ള ഒരവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കതൊരു മനോവിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് വാട്സപ്പിൽ ജസ്റ്റ് ലീവ് എ മെസ്സേജ്. ഞാനത് നിങ്ങളുടെ സമയമോ എൻ്റെ സമയമോ അനുസരിച്ച് ഞാൻ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനോ അതിൻ്റേതായിട്ടുള്ള മറുപടി ഞാൻ തരാൻ ശ്രമിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും പ്രയോജനമാണ്. ഈ ലോകത്ത് നിറയെ കടം വാങ്ങിച്ചിരിക്കുന്നവരും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കൂ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. ഇത് തീർച്ചയായിട്ടും നമുക്കും ഒരു പ്രയോജനമായിട്ട് മാറും, എല്ലാവർക്കും ഒരു പ്രയോജനമായിട്ട് മാറും ഇത് അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ ചുരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.